ഇതിൻ്റെ കൂടെ ഈ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒരു ഇത് വരുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ ട്വിനിങ് സ്റ്റാർസ്. ഗൈസ്, എൻ്റെ സൗണ്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, സൗണ്ടില്ല എനിക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ലോട്ടസ് ബിസ്കോഫിൻ്റെ ചീസ് കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബിസ്ക്കറ്റ്സ് ഇടുന്നുണ്ട്. നമുക്ക് ഇത് നന്നായി ക്രഷ് ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് മിക്സി ഓൺ ചെയ്യാം. അപ്പോൾ ഈ നല്ല ഫൈനായി അരിഞ്ഞിട്ടുണ്ട് തോന്നുന്നു, നമുക്ക് നോക്കാം. നല്ല ഫൈനായി അരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഞാൻ അടുത്തതായി ചെയ്യുന്നത് ആ ബിസ്ക്കറ്റിൻ്റെ ബിസ്ക്കറ്റിന് കുറച്ചോ ബട്ടറൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ എടുക്കുന്ന മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ്. അപ്പോൾ നമുക്കൊന്ന് സ്ലൈസായി ഇട്ട് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബട്ടർ നന്നായി ഉരുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഇത് ഉരുക്കുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ഇത് ഉരുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ബിസ്കോഫ് നമ്മൾ പൊടിച്ചിരുന്നില്ലേ, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ. ഇത് തേർഡ് ലെയർ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമുക്കിന് ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഉറയ്ക്കണം. അതിന് ആയി 1 ഹവറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഞാൻ നന്നായി പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയായാൽ നമുക്ക് ചീസ് കേക്കിൻ്റെ ലെയർ നല്ല കട്ടി കൂടുകയും ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ ഗൈസ്, നമുക്ക് തേർഡ് ലെയർ ആയിട്ടുള്ള ഇതിൻ്റെ ക്രീം ആക്കിയെടുക്കാം. പാൽ ഒഴിച്ച് കൊടുക്കാം, കുറച്ച് മതി. ഇതിലോട്ട് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്യാം. ഇത് ഓവർ മധുരം ആകും, അതുകൊണ്ട് ഞാൻ ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിനായിട്ടുള്ള സെക്കൻഡ് ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാമറയുടെ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എടുക്കാം. അപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. ഞാനിവിടെ ചീസ് ക്രീം എടുക്കുന്നത് മിൽക്കി മിസ്റ്റിനെയാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചീസ് ക്രീമാണ്. പിന്നെ ബിസ്ക്കറ്റ് മിക്സ് ചെയ്തത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇവിടെ 2 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സെക്കൻഡ് മിക്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ തേർഡ് ലെയർ ആയിട്ടുള്ള ഈ ഒരു ബിസ്കോഫും പിന്നെ പാലൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെക്കണം. ഇത് നമുക്കിരുന്ന് ഫ്രിഡ്ജിൽ നമ്മൾ ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ വെച്ച ആ ഒരു ബിസ്കോഫ് ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലോണം സെറ്റായി വന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതിൻ്റെ കൂടെ ഈ ഒരു ലോട്ടസ് ബിസ്കോഫിൻ്റെ